തിരുവനന്തപുരത്ത് പെരുമഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. നെയ്യാറ്റിൻകര, കിളിയൂർ, പുട്ടുവിളാകം, മുത്തുകുഴി, മുട്ടച്ചൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ കാറ്റിൽ ഒരുപാട് മരങ്ങളാണ് നിലംപൊത്തിയത്. നെട്ടയത്ത് നിന്ന് മണികണ്ഠേശ്വരം പോകുന്ന വഴിയിൽ സത്യാനന്ദന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. വെമ്പായത്ത് നിരവധി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു. കാര്യവട്ടത്ത് മരം വീണ് വീടും വാഹനവും തകർന്നു. എസ് ഹരീഷൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, എണിയാൽ തീരാത്ത ദുരിതങ്ങളാണല്ലോ ഈ മഴയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ രാത്രി മരങ്ങൾ ഇങ്ങനെ കാറ്റിൽ ഉലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ നമുക്കറിയാം ഇതിപ്പോ ചിലപ്പോൾ പിടർന്നു വീഴും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അത്രമേൽ അപകടകരമായ ഒരു രാത്രി പിന്നിടുമ്പോൾ എന്താണ് തലസ്ഥാനത്തെ സാഹചര്യം? കാറ്റ് ശക്തമായിരുന്നു. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നെട്ടയത്ത് നിന്ന് മണികണ്ഠേശ്വരം പോകുന്ന വഴിക്ക് ഒരു വീട്ടിന് മുകളിൽ കൂടി മരം വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മരമാണ്, ആഞ്ഞിൽ മരമാണെന്ന് തോന്നുന്നു. അത് വീടിന്റെ രണ്ടാമത്തെ നിലയിലെ മുകളിൽ ഒരു റൂഫ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലാണ് വീണത്. ആ റൂഫ് മൊത്തത്തിൽ തകർന്നിട്ടുണ്ട്. രണ്ടാമത്തെ നിലയിൽ ചാഞ്ഞു നിൽക്കുകയാണ് ആ മരം. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ മരം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ശിഖരങ്ങളൊക്കെ കോതി മാറ്റുന്നുണ്ട്. മരങ്ങൾ ഓരോ ചെറിയ തുണ്ടായി മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സത്യാനന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ചേട്ടാ ഇത് എപ്പോഴായിരുന്നു? ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു അല്ലേ? എപ്പോഴാ ഇത് മരം വീണേ? ഒരു 6 മണിയോടെ വൈകിട്ട് 6 മണിയോടെ. എന്നിട്ട് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇത് ചാഞ്ഞു വരുന്നത് കണ്ടു. അത് കണ്ടോണ്ട് ഞാൻ പേടിച്ചു ഓടി. അപ്പോഴാണ് മറിഞ്ഞ് അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയത്. അതായത് അപ്പുറത്ത്, ഈ റോഡിന് ഒരു അപ്പുറത്ത് നിന്ന മരമാണ്? ആണ് അതെ. റോഡിന് അപ്പുറത്ത് നിന്നും ആ പ്രോപ്പർട്ടിയിൽ നിന്നും മരമാണ് പോയത്. ഇത് നേരെ ആ റൂഫിന്റെ മേളിൽ റൂഫിന്റെ മുകളിൽ. അതെ. മേളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും താഴത്തെ നിലയിലായിരുന്നു. ശരി, ഈ വീട്ടില് കേടുപാട് എന്തൊക്കെയാ സംഭവിച്ചത്? റൂഫ് കംപ്ലീറ്റും പോയി. പിന്നീട് ചുവരെല്ലാം പൊട്ടലുണ്ട്. ചുവരിന്റെ പരപ്പത്ത് ഇതെല്ലാം പൊട്ടലുണ്ട്. നല്ല ശബ്ദത്തിലായിരിക്കുമല്ലോ വന്നത്? നല്ല ശബ്ദത്തിലായിരുന്നു വന്ന് വീണ. എങ്ങനെയായിരുന്നു ഇന്നലെ കാറ്റും മഴയൊക്കെ രാത്രി? നല്ല ശക്തമായ കാറ്റായിരുന്നു. മഴ വളരെ കുറവേ ആയിരുന്നു ഈ സമയത്ത്. നേരത്തെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഈ സമയമായപ്പോൾ മഴ കുറവായിരുന്നു. നല്ല കാറ്റായിരുന്നു. അപ്പൊ അത് അദ്ദേഹം പറയുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. അതായത് ആ റൂഫ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ വലിയ മരമാണ്, അതുകൊണ്ട് തന്നെ ചുവരുകളിലൊക്കെ പൊട്ടലൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തിരുവനന്തപുരം നെട്ടയത്തെ ഒരു സ്ഥലത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാറ്റിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാര്യവട്ടത്ത് ക്യാമ്പസിൽ അധ്യാപകർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുകളിൽ കൂടി മരം വീണിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന് മുകളിൽ മരം വീണ് നാശനഷ്ടം സംഭവിച്ചു. ഭാഗ്യവശാൽ ആ മരം വീണ ക്വാർട്ടേഴ്സിൽ ആരും താമസം ഉണ്ടായിരുന്നില്ല. പക്ഷേ സമീപ പ്രദേശങ്ങളിലൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് അവിടെ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. മാത്രമല്ല, നെയ്യാറ്റിൻകര ഭാഗത്ത്, ഒപ്പം കാട്ടാക്കട, ആര്യനാട്, മലയോര മേഖലയിലൊക്കെ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീഴുന്ന സ്ഥിതി ഉണ്ടായി. കാറ്റ് ഇനിയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുകൊണ്ട് ജാഗ്രത തുടരണമെന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ മരം മുറിച്ചു മാറ്റുന്ന പ്രക്രിയകൾ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗത്തും തുടരുകയാണ്. ശരിയാണ്. ടി എസ് ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. മരം വീണ് ഒരു വീട് തകർന്ന കാഴ്ചയാണ്. എത്രയോ വീടുകളാണ് ഇതുപോലെ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഒക്കെ തകർന്നത്. പിന്നീട് ജീവിതം ഒന്ന് പച്ചപിടിച്ചു വരണമെങ്കിൽ ഒരു സാധാരണക്കാരന് എത്രത്തോളം വലിയ പ്രതിസന്ധികളെയാണ് തരണം ചെയ്യേണ്ടി വരുന്നതെന്നാണ്. ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ് കഷ്ടത്തിലായി പോകും.